ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. നവഗ്രഹങ്ങളിൽ മനുഷ്യജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഗ്രഹമാണ് ശനി. കഴിഞ്ഞ 2.5 വർഷക്കാലമായി സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി സ്വക്ഷേത്രം വെടിഞ്ഞ് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മാർച്ച് മാസം 29-ാം തീയതി, മലയാള മാസം 1200-ാം ആണ്ട്, മീനമാസം 15 രാത്രി 10:39 കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും. കുംഭൻ രാശിക്കാർക്ക് 7.5 ശനിയുടെ 3-ാമത്തെ ഘട്ടത്തിലേക്കും, മീനൻ രാശിക്കാർക്ക് ജന്മത്തിലും, മേടൻ രാശിക്കാർക്ക് 7.5 ശനിയുടെ തുടക്കവും, മിഥുനം, കന്നി, ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനിയും, ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമത്തിലും അനുഭവത്തിൽ വരും. നവഗ്രഹങ്ങളിൽ ശനി ഒരു അശുഭഗ്രഹമാണെന്നും ജാതകന് പലതരത്തിൽ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും തെറ്റായ ധാരണ പൊതുവെ നിലനിൽക്കുന്നു. ശനി എന്നാൽ ഓർമ്മ വരുന്നത് കണ്ടകശനി, 7.5 ശനി, അഷ്ടമശനി എന്നായിരിക്കും. ശനിക്കും അശുഭഫലങ്ങളെപ്പോലെ ശുഭഫലങ്ങളും നൽകുവാനുള്ള കഴിവുണ്ട്. അത് ഓരോരുത്തരുടെ ജാതകത്തിൽ ശനി വസിക്കുന്ന രാശിയെ ആശ്രയിച്ചാണ്. ആയുസ്സിൻ്റെ കാരകനാണ് ശനി. നീതികാരകൻ, വിരസകാരകൻ, ദണ്ഡകാരകൻ, ആയുസ്സിൻ്റെ ദൈർഘ്യം ഇവയെല്ലാം ശനിയെക്കൊണ്ടാണ് ചിന്തിക്കുന്നത്. ജനിച്ച കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശനിയുടെ ഗോചരഫലങ്ങൾ പ്രവചിക്കുന്നത്. ശനി ജനിച്ച കൂറിൻ്റെ 12, ജന്മം 2 ഇവിടെ നിന്നാൽ 7.5 ശനിയും, ജനിച്ച കൂറിൻ്റെ 4, 7, 10 ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയും, അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ അഷ്ടമശനിയും അനുഭവത്തിൽ വരും. ദശാകാലവും 7.5 ശനിയും 2-2 ജാതകത്തിൽ നക്ഷത്രദശപ്രകാരം ശുക്രദശാകാലമാണെങ്കിലും 7.5 ശനിയും കണ്ടകശനിയും അഷ്ടമശനിയും അനുഭവിക്കേണ്ടി വരും. ചാരവശാൽ ശനി ഒരു രാശിയിൽ ഏകദേശം 2.5 കൊല്ലമാണ് നിൽക്കുന്നത്. ശനി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന ജാതകക്കാർക്ക് 7.5 ശനി, കണ്ടകശനിയൊന്നും അധികം ദോഷം ചെയ്യാറില്ല. ജാതകത്തിൽ ശനി സ്വക്ഷേത്രമായ മകരം, കുംഭം രാശിയിലും ഉച്ചക്ഷേത്രമായ തുലാം രാശിയിലും സഞ്ചരിക്കുകയാണെങ്കിൽ ജാതകന് ഉയർന്ന പദവി, കീർത്തി, സമ്പത്ത് എന്നിവയിൽ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കും. എപ്പോഴും സത്യവും ധർമ്മവും പാലിക്കുന്നവർക്ക് ശനി നല്ല ഫലങ്ങളെ നൽകൂ. ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള മാറ്റം 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാർക്ക് ഗുണമോ ദോഷമോ എന്ന് പരിശോധിക്കാം. മേടക്കൂറിലുള്ള അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദത്തിലുള്ള നക്ഷത്രക്കാർക്ക് 7.5 ശനിയുടെ ആരംഭ കാലഘട്ടമാണ്. വ്യയസ്ഥാനമായ മീനൻ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. ആകയാൽ മേടൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. വരവിനേക്കാൾ ചെലവ് അധികരിച്ചിരിക്കും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാവും. ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയുണ്ടാവും. കർമ്മരംഗത്ത് സ്ഥാനചലനവും മാനസിക വിഷമതകളും അനുഭവിക്കേണ്ടി വരും. പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ വേണ്ട സമയമാണ്. മാനസികമായി ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റുവാൻ കാലതാമസം നേരിടും. വിദേശത്തു നിന്നും തിരികെ നാട്ടിൽ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. വാഹനയാത്രയ്ക്കിടെ വിലപിടിപ്പുള്ള സാധനങ്ങളോ ധനമോ നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. ബാങ്കിൽ നിന്നും ലോണുകൾ അനുവദിച്ചു കിട്ടും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിനശ്രമം വേണ്ടിവരും. ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഈ കാലഘട്ടം നല്ലതല്ല. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭൂമി വാങ്ങുന്നതിനോ ഗൃഹാരംഭ പ്രവർത്തനം നടത്തുന്നതിനോ യോഗം കാണുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും. വാതജന്യമായ അസുഖം, അലർജി എന്നിവ അലട്ടിക്കൊണ്ടിരിക്കും. ധനനഷ്ടം വരുമെന്ന് ശങ്കയുള്ള വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉത്തമം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാവും. ഇടവക്കൂറിലുള്ള കാർത്തിക അവസാന 45 നാഴിക, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് കണ്ടകശനി മാറി 11-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. വൻ നേട്ടങ്ങളാണ് ഈ കൂറുകാർക്ക് അനുഭവയോഗ്യമാകുവാൻ പോകുന്നത്. കർമ്മരംഗത്ത് വൻ നേട്ടങ്ങളുണ്ടാകും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും.
താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയുണ്ടാവും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലെല്ലാം വിജയമുണ്ടാവും. കുടുംബസൗഖ്യം വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവമുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. ബന്ധുജന സഹായം ലഭിക്കും. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിത വിജയമുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ആദരവും ലഭിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും. കാർഷിക മേഖലയിൽ നേട്ടമുണ്ടാവും. കാർഷിക ഉപകരണ വിപണന മേഖലയിൽ വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കായിക രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ വൻ വിജയമുണ്ടാവും. വ്യാപാരി വ്യവസായികൾക്ക് നഷ്ടമില്ലാതെ തന്നെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ ശാഖകൾ തുറക്കുന്നതിനും പറ്റിയ സമയമാണ്. മിഥുനക്കൂറ് മകയിര അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 45 നാഴിക. ഈ രാശിക്കാർക്ക് കണ്ടകശനിയുടെ ആരംഭ കാലഘട്ടമാണ്. കർമ്മഭാവമായ 10ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ആകയാൽ ജോലി സംബന്ധമായി പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തും. മാതാവിനോ മാതൃതുല്യരായവർക്കോ രോഗാരിഷ്ടതകളുണ്ടാകും. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണം ചെലവഴിക്കേണ്ടി വരും. ഇടയ്ക്കിടെ ആരോഗ്യ വിഷമതകൾ നേരിടും. ആഗ്രഹ സാഫല്യത്തിന് കാലതാമസം നേരിടും. ഗൃഹനിർമ്മാണത്തിനായി ബാങ്കുകളിൽ നിന്ന് ലോണുകൾ അനുവദിച്ചു കിട്ടും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും. അനിയന്ത്രിതമായ കോപം പലപ്പോഴും ആപത്തായി തീരും. പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. വ്യാപാരം, വ്യവസായം എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കേണ്ടി വരും. വരവിനേക്കാൾ ചെലവ് അധികരിക്കും. പൊതുവെ അർത്ഥനാശത്തിന് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശാനുഭവങ്ങൾ ഒഴിവാക്കുവാൻ പരസ്പര വിട്ടുവീഴ്ചകൾ അനിവാര്യമായി വരും. കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകളുണ്ടാകുമെങ്കിലും ഗുണാനുഭവങ്ങൾ പലതും പ്രതീക്ഷിക്കാം. കർക്കിടകൻ രാശിയിലെ പുണർദം അവസാന പാദം, പൂയം, ആയില്യം. ഈ രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. പലവിധ ദേഹാരിഷ്ടതകളും ശത്രുവർദ്ധനവും സ്വകർമ്മങ്ങൾക്ക് നാശവും അനുഭവിക്കേണ്ടി വരും. കർമ്മമേഖലയിൽ മാറ്റങ്ങളുണ്ടാവും. സത്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കും. ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകൾ ചെയ്യേണ്ടി വരും. സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുവാൻ പറ്റും. ജീവിത പങ്കാളിക്ക് നേട്ടങ്ങളുണ്ടാകും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. അധ്വാനഭാരം കൂടും. ആഡംബരത്തിൽ വളരെ താൽപ്പര്യം വർദ്ധിക്കും. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുകയും ലഹരി വസ്തുക്കൾ വർജിക്കുകയും ഈശ്വരനിൽ മനസ്സർപ്പിച്ച് കഴിയേണ്ട സമയവുമാണ്. ജോലിയുടെ ഭാഗമായി നിരവധി യാത്രകൾ നടത്തേണ്ടി വരും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രോഗദുരിതം അനുഭവിക്കേണ്ടി വരും. പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും. വാഹന സംബന്ധമായി ചെലവുകൾ അധികരിക്കും. പിതാവിനോ പിതൃതുല്യരായവർക്കോ അരിഷ്ടതകളുണ്ടാവും. ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ, കാർഷിക ഉപകരണ വിപണന മേഖല എന്നീ രംഗങ്ങളിൽ ഉന്നതിയുണ്ടാവും. ചിങ്ങൻ രാശിയിലുള്ള മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് അഷ്ടമഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ദേഹാരിഷ്ടതകളും ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കേണ്ട അവസ്ഥയും വന്നു ചേരും. അവിചാരിത യാത്രകൾ ചെയ്യേണ്ട അവസ്ഥകളുണ്ടാവും. മുടങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. ഭവന നിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാവും. വിവാഹപ്രായമായവർക്ക് മംഗല്യഭാഗ്യം ഉണ്ടാവും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും.
അതെല്ലാം അതിജീവിക്കുവാനും സാധിക്കും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും. മനസ്സിന് വിഷമം തട്ടുന്ന വാർത്തകൾ കേൾക്കുവാനിടവരും. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കും. സർക്കാരിൽ നിന്നും അംഗീകാരങ്ങൾ, അഭിവൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാമെങ്കിലും തൻ്റെ നാവിൻ ദോഷം കാരണം ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ കാരണമാകും. സാമ്പത്തിക വിജയമുണ്ടാകുമെങ്കിലും ചില ദുരനുഭവങ്ങൾ ഇടപെട്ട അനുഭവത്തിൽ വരും. അയൽക്കാരുമായി അല്പം അകന്നു കഴിയേണ്ട അവസ്ഥ വന്നു ചേരും. കലാകാരന്മാർക്ക് കാത്തിരുന്ന ചില അംഗീകാരങ്ങൾ ലഭിക്കും. വിവാഹാലോചനകളിൽ തീരുമാനമാകും. ഭക്ഷണസുഖം വർദ്ധിക്കും. മുൻപിൻ ചിന്തിക്കാതെ പ്രവർത്തിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കും. അശ്രദ്ധ മൂലം ചെറിയ വീഴ്ചയോ പരിക്കോ വരുവാൻ സാധ്യത കാണുന്നു. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിന് സാധ്യത കാണുന്നു. കന്നിരാശിയിലുള്ള ഉത്രം അവസാന 45 നാഴിക, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ കണ്ടകനായി ശനി സഞ്ചരിക്കുന്നതിനാൽ സുഹൃദക്ഷയമുണ്ടാവും. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കും. ധനപരമായി വിഷമതകൾ നേരിടും. സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. സഹപ്രവർത്തകരിൽ നിന്ന് വിഷമതകളുണ്ടാവും. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകില്ല. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മനോവിഷമം സൃഷ്ടിക്കും. ശാരീരികവും മാനസികവുമായ ക്ഷീണം അനുഭവപ്പെടും. മാതാവിനോ മാതൃതുല്യരായവർക്കോ അരിഷ്ടതകളുണ്ടാവും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ധനനഷ്ടമുണ്ടാകുവാനും സാധ്യത കാണുന്നു. പണമിടപാടുകൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹമുറപ്പിക്കുവാൻ യോഗം കാണുന്നു. കല, സാഹിത്യം, സിനിമ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ഉദരരോഗങ്ങളും കൈകാൽ മുട്ടുവേദന എന്നിവ അലട്ടിക്കൊണ്ടിരിക്കും. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അതെല്ലാം അതിജീവിക്കുവാൻ സാധിക്കും. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലിക്ക് സാധ്യത കാണുന്നു. തുലാൻ രാശിയിലുള്ള ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 45 നാഴിക. ഈ രാശിക്കാർക്ക് 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ പല വിധത്തിൽ ധനലാഭമുണ്ടാവും. കർമ്മഗുണം ഉണ്ടാവും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ നിന്നിരുന്ന കലുഷിത അന്തരീക്ഷം ശമിക്കും. അനാവശ്യ ഭീതികളിൽ നിന്ന് മോചനം ലഭിക്കും. കടം കൊടുത്ത ധനം തിരികെ ലഭിക്കും. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറ്റുവാൻ പറ്റും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. തൊഴിൽ രംഗത്ത് മികവ് പുലർത്തും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. സ്വപ്രയത്നത്താൽ തടസ്സങ്ങൾ തരണം ചെയ്യും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനങ്ങളും ലഭിക്കും. സംസാര ചാതുര്യത്താൽ മറ്റുള്ളവരെ അനുനയിപ്പിക്കുവാനുള്ള ശേഷിയുണ്ടാവും. സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അവസരമുണ്ടാവും. കോഴി വളർത്തൽ, മത്സ്യകൃഷി, നാൽക്കാലി വളർത്തൽ എന്നിവ ലാഭകരമായിരിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി ഗൃഹം നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കും. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഈ രാശിക്കാർക്ക് 5-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. സന്താനം മൂലം ക്ലേശം അനുഭവിക്കേണ്ടി വരും. മനസ്സ് സദാ വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്രതീക്ഷിതമായി ഭാഗ്യഭംഗമുണ്ടാവും. നിഷ്പ്രയാസം സാധിച്ചെടുക്കാമെന്ന് കരുതിയ പല കാര്യങ്ങളിലും അവിചാരിത തടസ്സമുണ്ടാകും. ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിക്കും. വിദേശയാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമുണ്ടാകും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും. ജോലിയുടെ ഭാഗമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും.
കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ബന്ധുഗുണമുണ്ടാവും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ജോലിയിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കയാൽ വേതന വർധനവുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് കലാപരമായ വാസനകൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ വിവാഹ മംഗളകർമ്മങ്ങൾ നടത്തുന്നതിന് അവസരമുണ്ടാവും. കലാകാരന്മാർക്ക് പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. സാങ്കേതിക വിദ്യയിൽ ബിരുദങ്ങൾ കൈവരിച്ചവർക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാവും. നിയമതർക്കങ്ങളിൽ അനുകൂല ഒത്തുതീർപ്പുകൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥ വന്നുചേരും. ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് ശനി 4-ാം ഭാവത്തിൽ കണ്ടകനായി സഞ്ചരിക്കുന്നതിനാൽ വീട് വിട്ടുള്ള താമസവും മാതൃതുല്യരായവർക്ക് ക്ലേശങ്ങളുമുണ്ടാകും. അവിചാരിതമായി തടസ്സങ്ങളും അപ്രതീക്ഷിതമായി ഭാഗ്യഭംഗവും ഉണ്ടാവും. പണമിടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ കഴിയാതെ വരും. വരവിനൊപ്പം ചെലവ് അധികരിക്കും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. ഉത്തരവാദിത്യം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ ധനമിറക്കുവാൻ പറ്റിയ സമയമല്ല. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ബന്ധങ്ങൾ ലഭിക്കും. കർമ്മരംഗത്ത് സ്ഥാനചലനമുണ്ടാവും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാകുവാനും സാധ്യത. ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരും. ക്ഷേത്രദർശനങ്ങളിലൂടെ ആത്മധൈര്യവും രോഗവിമുക്തിയുമുണ്ടാവും. കുടുംബ പ്രശ്നങ്ങൾ പരസ്പര ധാരണയോടുകൂടി പരിഹരിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരും. സന്താനങ്ങളുടെ ഉപരിപഠനത്തിനായി അന്യദേശങ്ങളിലേക്ക് അയക്കുന്നതിന് കഴിയും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് അത് തുടരുന്നതിനും വന്ന നഷ്ടങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനും കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വർദ്ധിക്കും. മകരൻ രാശിയിലുള്ള ഉത്രാടം അവസാന 45 നാഴിക, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ അഭീഷ്ടസിദ്ധിയും ധനാഗമനവും ഉണ്ടാവും. പൂർവിക സ്വത്ത് ലഭിക്കുവാൻ യോഗം കാണുന്നു. സന്താന ഗുണം വർദ്ധിക്കും. ബിസിനസ്സിൽ നിന്ന് മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ഉണ്ടാവും. ഗൃഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. പുതിയ പദ്ധതികളിൽ പണം മുടക്കും. അതിൽ നിന്ന് മികച്ച നേട്ടവും പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ നിന്നിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും. സർക്കാരിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ നേട്ടമുണ്ടാവും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. കാർഷിക രംഗത്ത് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഏലം, ചുക്ക്, കൊക്കോ എന്നിവ കൃഷി ചെയ്യുന്നവർക്ക് വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുമേഖലാ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേട്ടമുണ്ടാവും. വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വരുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പഠനപുഷ്ടി, വിദേശത്തുള്ള ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെടുന്നതിനും അവസരം വന്നു ചേരും. വ്യവസായ രംഗത്ത് വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ തീർന്നു കിട്ടും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല അവസ്ഥകൾ കൈവരും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായും തൃപ്തിയായും നടപ്പിലാക്കുവാൻ സാധിക്കും. രാശിയിലുള്ള അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 45 നാഴിക. ഈ രാശിക്കാർക്ക് ശനി 2-ാം ഭാവത്തിൽ 7-ര ശനിയുടെ അവസാന ഘട്ടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും മനോവിഷമവും അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവരുമായി കലഹങ്ങൾക്കും സാധ്യത കാണുന്നു. വാഹനം, ഭൂമി എന്നിവ വാങ്ങുന്നതിനുള്ള തീരുമാനം നീട്ടിവയ്ക്കേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമുണ്ടാവും. സഞ്ചാരക്ലേശം അനുഭവിക്കേണ്ടി വരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ കേൾക്കേണ്ടി വരും. ബന്ധുജന ഗുണം വർദ്ധിക്കും. കടങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു വരും. സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കും. അല്പം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുവാനിടവരും. ഭൂമി, ഗൃഹം എന്നിവ വാങ്ങുന്നതിന് ലോണുകൾ അനുവദിച്ചു കിട്ടും. സന്താനങ്ങൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയുണ്ടാവും.
വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ അവസരം വന്നു ചേരും. കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും. നേഴ്സിംഗ്, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എൻജിനീയറിംഗ്, ബാങ്കിംഗ്, സാമൂഹിക സേവന രംഗത്തുള്ളവർ, നിയമജ്ഞർ എന്നിവർക്കെല്ലാം പേരും പ്രശസ്തിയും ലഭിക്കും. ചെലവുകൾ കർക്കശമായി നിയന്ത്രിക്കേണ്ട സമയമാണ്. മീനൻ രാശിയിലുള്ള പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഈ രാശിക്കാർക്ക് ശനി ജന്മത്തിൽ 7.5 ശനിയുടെ 2ാം ഘട്ടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അന്യദേശഗമനമുണ്ടാവും. പുണ്യസ്ഥല സന്ദർശനം നടത്തുവാനും യോഗം കാണുന്നു. തൊഴിൽ രംഗത്ത് കാതലായ മാറ്റമുണ്ടാവും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമുണ്ടാവും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും. കർമ്മരംഗത്ത് അധ്വാനത്തിന് അനുസൃതമായ പ്രതിഫലം ലഭിച്ചു എന്ന് വരികയില്ല. സഹോദരങ്ങളുമായി നീരസമുണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. കാർഷികം, വ്യവസായം എന്നീ മേഖലകളിലുള്ളവർക്ക് നഷ്ടമില്ലാതെ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. ചില ബാധ്യതകൾ, പ്രയാസങ്ങൾ എന്നിവ പ്രകൃതിക്ഷോഭം മൂലമോ അപ്രതീക്ഷിത കാരണങ്ങളാലോ വന്നു ഭവിക്കും. ഇടവിട്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ ചില സാങ്കേതിക നൂതന ആശയങ്ങൾ കൈവന്നു ചേരും. ബന്ധുക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കൂടി വരും. ചെറിയ മനപ്രയാസങ്ങൾ കൂടെ അനുഭവിക്കേണ്ടി വരും. ഉപരിപഠനത്തിനും വിദേശയാത്രയ്ക്കും ശ്രമിക്കുന്നവർക്ക് അനുകൂല അവസ്ഥ കൈവന്നു ചേരും. വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർ ഇപ്പോൾ നടക്കുന്നതുപോലെ തന്നെ തൽക്കാലം തുടരുന്നതാണ് നല്ലത്. പൊതുവെ സുഖദുഃഖ സമ്മിശ്രഫലം ഈ രാശിയിലുള്ള നക്ഷത്രക്കാർ അനുഭവിക്കേണ്ടി വരും. ശനിദോഷ പരിഹാരാർത്ഥം ശ്രീ ധർമ്മശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനവും, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനി ഭഗവാന് ശനിമന്ത്രം കൊണ്ട് അർച്ചനയും, ഗണപതിക്ക് കർഗമാലയും അപ്പനിവേദ്യവും, ശിവക്ഷേത്രത്തിൽ ധാര, നെയ്വിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും ശനിദോഷവും രോഗദുരിതങ്ങളും മാറുന്നതിന് ഗുണകരമായിരിക്കും. ജാതകത്തിൽ അനുകൂല ഗ്രഹങ്ങളുടെ ദശാകാലം നടക്കുന്നവർക്ക് 7.5 ശനി, കണ്ടകശനി ദോഷങ്ങളൊന്നും അനുഭവത്തിൽ വരില്ല. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ജീവിത വിജയം ആശംസിക്കുന്നു.